വീണ്ടും ഒരു റിവ്യൂ ആണ്. ഒരു വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉള്ള ഒരു മലയാളം വെബ് സീരീസാണ് എന്ന് പറയുന്നത്. റോസ്ലി. തുടക്കം ഈ സീരീസ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഈ സീരീസിൻ്റെ തുടക്കം ഫസ്റ്റ് എപ്പിസോഡ് വളരെ ആകാംക്ഷാഭരിതവും രസകരമായിട്ടൊരു തുടക്കമാണ്. ആ തുടക്കം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ കൊണ്ടേ അവസാനിപ്പിക്കാൻ, ഒരു ആശയത്തിൽ അവസാനിപ്പിക്കണം എങ്ങനെ എന്ന് ഇതിൻ്റെ കഥാകൃത്തിനും ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു 6 എപ്പിസോഡ് 7 എപ്പിസോഡ് അങ്ങാണെന്ന് തോന്നുന്നു. 6 എപ്പിസോഡ് അങ്ങോട്ടാണ് ഉള്ള ഈ സീരീസ് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് മനസ്സിലാകാതെ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ഒരു സീരീസായിട്ടാണ് കണ്ടത്. ഈ 6 എപ്പിസോഡ് ഒരു 2-3 എപ്പിസോഡ് തീർക്കാവുന്ന ഒരു കഥ വലിച്ചു നീട്ടി 6 എപ്പിസോഡിലേക്ക് എത്തുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കാം. നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രത്തിൻ്റെ മാനസിക വ്യഥ എന്നതിനേക്കാൾ അറിയാം അതിൻ്റെ മുഖത്ത് ഏകദേശം എന്താ പറയുക, ഒരു പ്രത്യേക തരം വികാരമാണ്. ദുഃഖമോ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമൊന്നുമല്ല ആ മുഖത്തുള്ളത്. ആ പെൺകുട്ടി എന്തിനാണ് ചില സമയത്ത് ഭയങ്കര ബോൾഡായിട്ട് തോന്നും, ചില സമയത്ത് തീരെ ബോൾഡായിട്ടാണ് തോന്നും. അതിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഒരു യോജിപ്പില്ലാത്ത രീതിയിലാണ്. വീട്ടുകാരുടെ അതെ ഈ അവസാനം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അതിലെ പ്രധാന കഥാപാത്രങ്ങളൊന്നായിട്ടുള്ള വിനീത് ഇവിടെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഒരു കൗൺസിലിംഗ് അങ്ങനെ കൊണ്ടുപോകാമായിരുന്നു എന്ന് അന്ന് തന്നെ പറഞ്ഞു എന്നൊന്നും പറയുന്നു എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും നമുക്കും ആ കൺഫ്യൂഷൻ, എന്തിനായിരുന്നു ഇയാൾ വന്നത്, എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അവസാനം രഞ്ജി പണിക്കരെ കൊണ്ടൊരു കഥയൊക്കെ പറഞ്ഞ് ഇത് ഒരു പ്രത്യേക സംഭവത്തിലേക്ക് എത്തുന്നുണ്ട്. അത് സ്പോയിലർ ആയതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ ആ സംഭവം നമുക്ക് അങ്ങോട്ട് ദഹിക്കില്ലേ. കാണുന്ന പ്രേക്ഷകരോട് കൊഞ്ഞാൻ കുത്തുന്ന പോലെയുള്ള ഒരു കാരണമാണ് അതിനു വേണ്ടി പറയുന്നത്. യോജിക്കാത്ത ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയാണ് ഈ സീരീസ്. ഇപ്പോൾ 1000 ബേബീസ് പോലുള്ള സീരീസുകൾ വന്നിട്ടുള്ള ഒരു ചാനലാണ് ഈ ജിയോ ഹോട്ട്സ്റ്റാർ. ആ സീരീസിനെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ദയനീയമാണ്. പല സമയങ്ങളിലും ലാഗ് അടുപ്പിച്ച് നമ്മളെ ഈ സീരീസ് അവസാനിപ്പിച്ച് ഈ പഴയ മാവായികളിലൊക്കെ കഥകളിലെ അവസാനം കൊണ്ടുപോയിട്ട് ഒരു സസ്പെൻസ് വെച്ച് അടുത്ത ലക്കത്തിന് വേണ്ടി എഴുതി വയ്ക്കുന്ന കഴിവ് അടുത്ത ലക്കം വായിക്കുമ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും. അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തു. ഓരോ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന ആകാംക്ഷ അടുത്ത എപ്പിസോഡിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. മേക്കിംഗ് കുഴപ്പമില്ല, അതിൻ്റെ ക്യാമറ വർക്ക്സ് ഒക്കെ നന്നായിട്ടുണ്ട്, ടെക്നിക്കൽ ക്വാളിറ്റീസ് നന്നായിട്ടുണ്ട്. പാട്ടുണ്ട്, അനാവശ്യമായ പാട്ടാണ്, എവിടെയൊക്കെ കേട്ട് മറന്നിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടില്ലെങ്കിലും സിനിമയിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പാട്ടായിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ വെറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും മനോഹരമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്. എഡിറ്റർ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. കാരണം അതിന് ഇത്രയും ലാഗിങ് നമുക്കിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായിരുന്നിരിക്കും അവസ്ഥ. എഡിറ്റർ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. അതുപോലെ തന്നെ നടീനന്മാരുടെയും മീന, വിനീത്, അങ്ങനെയുള്ള സീനിയർ ആക്ടർ രഞ്ജി പണിക്കർ, അങ്ങനെയുള്ള സീനിയർ ആക്ടേഴ്സാണ് കൂടുതൽ. അവരൊക്കെ കിട്ടിയ കഥാപാത്രത്തിനെ അവരൊക്കെ മനോഹരമാക്കി എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം അവരുടെ മാക്സിമം കൊണ്ട് അവരത് ചെയ്തു. പക്ഷേ
അത് ആ കഥാപാത്രം ഒരു പൂർണ്ണതയിലേക്ക് എത്താത്ത ഒരുപാട് സംഭവങ്ങൾ സിനിമയിലുമുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഒരു സമയമുണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു സീരീസ്. കാരണം ഈ ലാഗിങ് തന്നെയാണ്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നില്ല, വളരെ ലാഗ് ചെയ്ത് ചെറിയൊരു പ്രമേയത്തിനെ വലിച്ചു നീട്ടി തുടങ്ങുന്നതും ഒടുക്കം തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാക്കി. ഈ കുട്ടി കാണുന്നത് സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്ന് അവസാനം വരെയും അറിയുന്നില്ല. അത് സ്വപ്നം തന്നെയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ റിയാലിറ്റിയിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ തമ്മിലുള്ള യോജിപ്പ് ഇതിൽ കാണാം. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പോലും പറയാനില്ലാത്ത ഒരു സീരീസാണ് റോസ്ലി. ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. സമയമുണ്ടെങ്കിൽ